കൊല്ലത്ത് എൻ.കെ. പ്രേമചന്ദ്രൻ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി. ആർ.എസ്.പി ഏകകണ്ഠമായാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതെന്ന് ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജിൻ വായാന്തോട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിജിൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ എൻ.കെ. പ്രേമചന്ദ്രന് വേണ്ടി ചുവരെഴുത്തടക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതടക്കമുള്ള വിവാദങ്ങൾക്കിടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന കൗതുകവുമുണ്ട്. തീർച്ചയായും കാവ്യ, ഇത് ഇപ്പോൾ യു.ഡി.എഫ് തീരുമാനം പൂർണ്ണമായും എത്തുന്നതിന് മുമ്പ് തന്നെയാണ് രണ്ട് ഘടകകക്ഷികൾ, യു.ഡി.എഫിലെ ഘടകകക്ഷികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിൽ ആദ്യം കോട്ടയം സീറ്റിലായിരുന്നു യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസ് ആണ്, ജോസഫ് വിഭാഗമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആർ.എസ്.പിയും കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു. എൻ.കെ. പ്രേമചന്ദ്രൻ തന്നെയാണ് മൂന്നാം തവണയും കൊല്ലത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി വരുന്നത്. വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ സംസ്ഥാനത്ത് എൻ.കെ. പ്രേമചന്ദ്രനെതിരായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയായി ആർ.എസ്.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർ.എസ്.പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് അല്പസമയം മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും CPIM-ൻ്റെ LDF-ൻ്റെ കോട്ടയായ കൊല്ലം യു.ഡി.എഫിൻ്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു എൻ.കെ. പ്രേമചന്ദ്രൻ. അന്ന് LDF-നൊപ്പം ചേർന്നതിന് ശേഷം വീണ്ടും യു.ഡി.എഫിലേക്ക് എത്തുകയായിരുന്നു ആർ.എസ്.പി. അതിനുശേഷമാണ് LDF-ന് അവരുടെ കോട്ടയായ കൊല്ലം കൈവിട്ടു പോകുന്നത്. എന്ത് തരത്തിലും അത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് കടക്കാനാണ് CPM ഒരുങ്ങുന്നത്. അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സിറ്റിംഗ് MP ആയിട്ടുള്ള എൻ.കെ. പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ UDF അതുപോലെ തന്നെ ആർ.എസ്.പി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ്. ഒരു ഭാഗത്ത് മൂന്നാം സീറ്റിനായി ലീഗ് വലിയ തരത്തിലുള്ള സമ്മർദ്ദം തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും UDF-ൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഘടകകക്ഷികൾ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആർ.എസ്.പി എൻ.കെ. പ്രേമചന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. മറ്റ് തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഈ മോഡിയുമായി ചായ സൽക്കാരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങളിലോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സൽക്കാരങ്ങളിലോ പോലും പങ്കെടുക്കാതെ UDF MP-മാർ മാറി നിന്നു. ആ ഘട്ടത്തിൽ എൻ.കെ. പ്രേമചന്ദ്രനും അതിൻ്റെ ഭാഗമാവുകയായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി വിളിച്ച 8ഓളം പേരുടെ ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം കൊല്ലത്ത് തന്നെ ഉയരുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധം എൻ.കെ. പ്രേമചന്ദ്രനെതിരായി ഉയരുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഈ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആർ.എസ്.പി രംഗത്തെത്തുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം INTC ഉൾപ്പെടെയുള്ളവർ ഉയർത്തുകയും ചെയ്തു. ആർ. ചന്ദ്രശേഖരൻ തന്നെ വലിയ തരത്തിൽ ഒരു സ്വാധീനവും കൊല്ലത്തില്ലാത്ത, തൊഴിലാളികൾക്കിടയിൽ പോലും സ്വാധീനമില്ലാത്ത നേതാവാണ് എന്ന പ്രസ്താവന ഉൾപ്പെടെ നടത്തി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, തൊഴിലാളികൾക്ക്, ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള മേഖലയാണ് കൊല്ലം എന്ന് പറയുന്നത്. അവിടെയാണ് INTC തന്നെ ഈ പ്രേമചന്ദ്രനെതിരായി വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തുന്നതും എന്നതും പ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തവണ വാശിയേറിയ മത്സരത്തിലേക്ക് LDF-ഉം കടക്കും. എങ്ങനെയും ഈ തങ്ങളുടെ കോട്ട തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ LDF-ഉം ഇറങ്ങുമ്പോൾ കടുത്ത മത്സരം തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ UDF-ന് പ്രതിസന്ധിയായി ഈ അവരുടെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങളും തൊഴിലാളികൾക്കിടയിൽ എൻ.കെ. പ്രേമചന്ദ്രനെതിരായി ഉയർന്ന പ്രശ്നങ്ങളും ഒപ്പം തന്നെ മോഡി അനുകൂല നിലപാട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ഒക്കെ തിരിച്ചടിയാകുമോ എന്ന ഒരു അത്തരത്തിലുള്ളൊരു ചർച്ച കൂടി UDF-ൽ ഉയർന്നിരുന്നു. പക്ഷേ ആർ.എസ്.പി പ്രേമചന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിജിൻ, കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായി എൻ.കെ. പ്രേമചന്ദ്രനാണ് വരുന്നത്. വിജിൻ വായന്തോടാണ് സമഗ്ര വിവരങ്ങൾ നൽകിയത്.